ഞാനും സിജനും പറയുന്നത് കെട്ടിച്ചമച്ച പുതിയൊരു കഥയായേ വ്യാഖ്യാനിക്കുള്ളൂ. എന്നാലും നടന്ന കാര്യങ്ങള് അത് സത്യമല്ലേ സീതയെടുത്തി? ബാലനോട് എല്ലാം പറയാമെന്ന് സീത. ഇനി വല്യേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാതെ കുട്ടിമണി കൂടെ കൂടെ നോക്കണം കേട്ടോ. കുട്ടു ഇനി വല്യേട്ടന്റെ കൂടെ എപ്പോഴും കാണണം. ബാലേട്ടന്റെ കൂടെ നിൽക്കണമെന്ന് മനസ്സുജൻ കുട്ടിമണിയെ ചുമതലപ്പെടുത്തുന്നു. ഇന്ദു തിരിച്ചു വരട്ടെ ബാലേട്ടാ. അവള് തിരിച്ചു വന്ന ആ നിമിഷം ഞാൻ പോയേക്കാം. ഇന്ദുവിനു വേണ്ടി വയലോരം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് സീത ബാലനോട് പറയുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു മേടിച്ചോ. കാർ ഓടിക്കണമെന്ന് കുട്ടിമണിക്ക് ആഗ്രഹം. നമുക്കേ കുറച്ച് കഴിഞ്ഞ് ഒരു കാറൊക്കെ മേടിക്കാം. എന്നിട്ട് ഈ മനസ്സുജൻ ഈ കുട്ടിമണിയെ മനസ്സുജൻ ഉപദേശിക്കുന്നു. തുടർന്ന് ശത്രുക്കളാണെന്നറിയല്ലോ, അതുകൊണ്ട് ആരും തരുന്നത് മേടിച്ച് കഴിക്കുകയൊന്നും ചെയ്യരുത്. ഞാനിപ്പോ ആരാന്നാ മനുഷ്യന്റെ വിചാരം? ഞാന് ഇപ്പൊ പഴയ പോലൊന്നുമല്ല, ഭയങ്കര ചാറ്റമ്പിയാ. ആരെങ്കിലും എന്റെ അടുത്ത് വായക്കിന് വന്നാണല്ലോ ഞാൻ നിന്നെ ഒന്നും അല്ല കുട്ടിമണി. എവിടെ പോവാ? ഓ അതെല്ലാം തട്ടിക്കളഞ്ഞ പെണ്ണ്. ഇവളുടെ ഒരു കാര്യം. ആഹാ, പിന്നെ ഇത് മറിച്ചിടണം കേട്ടോ, എനിക്ക് പണി തരാനായിട്ട്. അയ്യോ അത്രയും ഞാനേ മുറി പോവാ, ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. മനുഷ്യന് എന്നെക്കാളും അങ്ങ് ക്ഷീണാണോ? മനുഷ്യന്റെ വയറ്റിലുണ്ടോ കുഞ്ഞുമണി? നിന്റെ തലക്കെട്ട് ഞാൻ കൊട്ടുതരും കേട്ടോ. എടി കൊച്ചു വായിൽ വലിയ വർത്താനം പറയാതെ. എന്റെ കൊച്ചു വായ നാരാ വന്നേ നോക്കിച്ചേ, എന്റെ വലിയ വായ തന്നെ തന്നെ. ഓ നീ മുന്തിരി കഴിച്ചോട്ടേ ഇരുന്നോ, അതാ നല്ലത്, മിണ്ടായിരിക്കുമല്ലോ. അതെ ഇത് വീണ്ടും കഴുകണം, ഞാൻ കഴുകി തരണോ? വേണ്ട വേണ്ട, എനിക്കറിയാം കഴിവാൻ. ഓ പഠിപ്പിച്ചാ വന്നേക്കുന്നു. ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൈ വേണോ? എന്തിനാ കൈ വന്നേ? എന്റെ ആവശ്യമൊന്നുമില്ല. കൈവില്ലും രുചിയൊക്കെ ഉണ്ട്. അയ്യോടെ ഇടി പൊതിയുണ്ടോ? കുട്ടിമണി മുന്തിരിങ്ങ തിന്നുവാണോ? അല്ലല്ല, തേങ്ങ തിന്നുവാ. കാണുമ്പോ അറിയാമോ എന്നെ മുന്തിരി തിന്നുവാ. ചുമ്മാ കുട്ടിമണി തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അതെ, കൊച്ചേച്ചിക്ക് 2 മുന്തിരിങ്ങ തരുമോ? ഇനി ചോദിക്കല്ലേ? ഇല്ല, അതുകൊണ്ടാ. തരണോന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ല. അതേ നോക്കിയ ഇല്ല, അതുകൊണ്ടാ. അത് ഞാൻ കണ്ടു. അല്ല, ഇതാര് മേടിച്ചു തന്നതാ? മനസ്സുജനാണോ? മനുഷ്യനല്ല ഇത് എന്റെ അമ്മമ്മേനും അച്ഛൻ എന്നടാ. മനുഷ്യനെ ഓടഞ്ച കൊണ്ട് തന്നത്. ഓ അത് മുഴുവനാ അമ്മനെ അവിടുത്തെ പൂച്ച, കള്ള പൂച്ച കാട്ടു അറിയാവോ? പൂച്ച. അമ്മമ്മയില് മുന്തിരിയൊക്കെ മേടിച്ചു തരാൻ തുടങ്ങിയോ? പിന്നെ കഴിഞ്ഞ ദോശ ഉണ്ടല്ലോ, എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് മസാല ദോശയില്ലേ ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, എന്തിനാ മസാല ദോശ ലഡുവൊക്കെ വാങ്ങിച്ചെന്നത്? അതെ, നാളെ അമ്മമ്മയുടെ കാറിങ്ങനെ ഓരാ പോവാ റോഡിലൂടെ. അതിന് വാങ്ങിച്ചു തന്നടാ, അറിയാവാ? നാളെ കാർ ഓടും. അതാ. പിന്നെ കൊച്ചേച്ചി ഒരു രഹസ്യം പറയാമേ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. നീ ചാടി കേറി അടിക്കാനൊന്നും വരരുത്. എന്നാ രഹസ്യ? പറഞ്ഞോ? അമ്മമ്മയില് എന്തിനാ ഇതൊക്കെ മേടിച്ചു തരുന്നതെന്ന് അറിയാമോ? എന്ത് തിന്നാനായിട്ട്? അതിനല്ല, അതിന്റെ പിന്നിലെ അമ്മമയിലിന് ഒരു ലക്ഷ്യമുണ്ട്. എന്നാ ലക്ഷ്യവാ? അതായത് കുട്ടിമണിക്ക് മുട്ടായിയും മുന്തിരിങ്ങയും മസാല ദോശയും ഒക്കെ മേടിച്ചു തന്ന് കുട്ടിമണിയെ കയ്യിലെടുത്ത് കുട്ടിമണിയുടെ മനസ്സുജനെ തട്ടിയെടുക്കാൻ. കെട്ടിയെടുക്കാനല്ല, തട്ടിയെടുക്കാൻ. കെട്ടിയെടുക്കുന്നത് കുട്ടിമണിയായിരിക്കും, കുട്ടിമണിയുടെ മനസ്സുജനെ തട്ടിയെടുക്കാനെന്ന്. അതായത് കുട്ടിമണിയോട് ഇങ്ങനെ സ്നേഹം കാണിച്ചിട്ട് കുട്ടിമണിയുടെ മനസ്സുജനെയും കൊത്തിയെടുത്ത് മയിലമ്മ അങ്ങ് പറന്നു പോവും പളനിമലയിലേക്ക്.
അല്ലല്ല, അപ്പൊ കൊച്ചേച്ചി ഇന്നാലെ എനിക്ക് ഉടുപ്പൊക്കെ വാങ്ങിച്ചു തന്നത് എന്നെ മനുഷ്യനെ തട്ടിയെടുക്കാനാണോ? ആണോ? ആ ഏയ് കൊച്ചേച്ചി അങ്ങനല്ല. കൊച്ചേച്ചി അങ്ങനെ ചെയ്യത്തേയില്ല. കൊച്ചേച്ചിക്ക് ഭർത്താവായിട്ട് കുട്ടിമണിയുടെ കുഞ്ഞേട്ടനില്ലേ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഭർത്താവില്ലാത്ത ഒരേ ഒരാളല്ലേ ഉള്ളൂ, അമ്മമ്മയില്. അപ്പോ അവള് കുട്ടിമണിയുടെ മനസ്സിജനെ തൊട്ടിയെടുത്തോണ്ടങ്ങ് പോവും. അയ്യോ, നേരാണോ ചേച്ചി? ആ, ഇങ്ങ് നേരല്ലാതെ. കൊച്ചേച്ചി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിട്ടില്ലേ? എന്നാലും മോളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കുട്ടിമണി പൊട്ടിമണിയാണെന്നാ അമ്മമ്മയില് പറയുന്നത്. കുട്ടിമണിയെയും കുഞ്ഞുമണിയെയും ഇവിടെ ഇട്ടിട്ട് അവര് രണ്ടുപേരും കൂടെ അങ്ങ് പോവും. ചിലപ്പോ കുട്ടിമണിയുടെ കുഞ്ഞുമണിയും കൊണ്ടുപോകും. സൂക്ഷിച്ചോണം കേട്ടോ. ആ, ഓ കുട്ടിമണി, ഞാൻ നിന്നോട് ഇത്തിരി നേരം കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇത്തിരി നേരം ഒന്ന് മയങ്ങിക്കോട്ടെ. നീ ഇപ്പൊ അങ്ങനെ മയങ്ങണ്ട. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് നീ മയങ്ങിയാ മതി. അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് മയങ്ങും. എന്താടി നിനക്ക് കുഴപ്പം? എന്താന്ന് വെച്ചാ ചോദിക്ക്. മുന്തിരിങ്ങ മുഴുവൻ തിന്നു കഴിഞ്ഞോ? എനിക്ക് മുന്തിരിങ്ങ വേണ്ട, ഒന്നും വേണ്ട. ഒരു കാര്യം അറിഞ്ഞാൽ ചോദിച്ചാൽ വന്നതാ. എന്താ? ഇതിനിടയിൽ നിന്നോട് ആരാ കാര്യം പറയാൻ വന്നേ? കൊച്ചേച്ചി. മതികലയോ? എന്തു പറഞ്ഞു? കൊച്ചേച്ചനോട് പറയുവാനേ മനുഷ്യനും അമ്മമ്മയിലും ചേർന്ന് എന്നെ പൊട്ടിയാക്കുവാന്ന്. എന്താ അവള് പറഞ്ഞത്? എനിക്ക് മുന്തിരിഞ്ഞാ മേടിച്ചു തന്നത് അമ്മമ്മയിലാണല്ലോ, ഓറഞ്ചും മേടിച്ചു തന്നത് മനുഷ്യനും. അതൊക്കെ എനിക്കറിയാം, നീ കാര്യം എന്താണെന്ന് പറ. അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നതേ എന്നെ മണ്ടിയാക്കിയിട്ട് മനുഷ്യനും അമ്മമ്മയിലും കൂടി എന്നെ പറ്റിച്ച് പറഞ്ഞിച്ച് പോവാനാണെന്ന്. അവൾ അത്ര തെമ്മാടിത്തരം പറഞ്ഞോ? ആ, പറഞ്ഞു. എന്നോട് പറയുവാനേ എന്നെ ഇട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോവാന്ന്. അമ്മ വലിയപ്പോ പത്രാവില്ലാത്തോണ്ടേ മനുഷ്യനെ പത്രാവാക്കുന്നു. എന്നിട്ട് എന്നെ കുഞ്ഞു അനിയെ കൂടി നിങ്ങൾ തട്ടിയെടുത്തോണ്ടങ്ങ് പോകുന്നു. നാശം പിടിച്ചവള്. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ? മനുഷ്യ മനുഷ്യ ചോദിച്ചാലൊന്നും പോകണ്ട മനുഷ്യ. അല്ലെങ്കിൽ വേണ്ട മനുഷ്യ, തല്ലാനാണെ ഞാനും വരാം മനുഷ്യ. ഞാനിപ്പോ വലിയ നീ തല്ലാനും പോണ്ട പിടിക്കാനും പോണ്ട. നീ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങ്. ഞാനും വരും. എന്നാ നീ വാ, നിന്നെ നിർത്തിയിട്ട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ നീ പോയി ചോദിക്കും, ഞാൻ പറയാ വരാം. അത് വേണ്ട വേണ്ട, മനുഷ്യ മുമ്പേ നിന്നോ, ഞാൻ പടകെ നിന്നോളാം. എന്നാ വാ. അയ്യോ, ഞാൻ വരുന്നു. നോണ്ടാക്കുന്നു. അതെ, ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നോട് പറഞ്ഞ കാര്യം മുഴുവനും ഞാൻ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. ഞാനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞില്ലേ മറ്റേ കാര്യം? പറഞ്ഞില്ലായിരുന്നോ? കൊച്ചു പറഞ്ഞില്ലായിരുന്നോ? മറ്റേ കാര്യോ? എന്തോന്ന് മറ്റേ കാര്യം? ദേ, നീ വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഓരോന്നിൽ പിടിച്ചിടരുത് കേട്ടോ. എന്നോട് പറഞ്ഞില്ലേ അമ്മ മയിലും മനുഷ്യനും കൂടി ജീവിച്ചാൻ പോവാന്ന്? എന്നെ കുഞ്ഞുമനെ ഇവിടെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞില്ലേ? കൊച്ചു പറഞ്ഞില്ലേ? ഞാനൊന്നും ഓർക്കുന്നില്ല. ചെവുക്കുറ്റിക്ക് ഞാൻ ആഞ്ഞൊരു അടിയാ നിനക്ക് ഓർമ്മ വരും. നീ എന്റെ ദേഹത്ത് കൈവെക്കേ. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ടു നോക്കടാ. എടി, നീ എന്നെ ധൈര്യം പഠിപ്പിക്കില്ലേ? മതി, വേണ്ടി വന്നാ അടിച്ച് നിന്റെ അണപ്പല്ല ഞാൻ താഴെടും. കാണോ? കുത്തിത്തിരിപ്പ് പറയുന്നോടി. കുട്ടിമണിയോട് പറഞ്ഞാൽ ഞാൻ അറിയില്ലെന്ന് നീ വിചാരിച്ചോ? എന്റെ കുട്ടിമണിയോട് ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ കുത്തിത്തിരിപ്പൊന്നും പറഞ്ഞല്ല, കണ്ട കാര്യ പറഞ്ഞത്. ഇവിടെ ബാക്കിയുള്ളൊരു മണ്ടരൊന്നുമല്ല. നിനക്കതേ തോന്നത്തുള്ളൂ. കാരണം നിന്റെ മനസ്സ് മുഴുവൻ വിഷമാടി, വിഷം. എന്റെ മനസ്സിൽ വിഷമോ അമൃതോ എന്തെങ്കിലും ആയിക്കോട്ടെ. എടാ, ഈ നിക്കുന്നവളെ പൊട്ടിയാക്കിക്കൊണ്ട് എന്റെ കൂടെ ജീവിക്കാൻ ഈ വീട്ടില് കള്ളക്കളി കളിച്ച് കേറി വന്നവനല്ലേ നീ? ആ നിനക്ക് നാളെ വേറൊരുത്തിയെ കണ്ടാ നീ പഴയ ആ വഴി കൂടെ തന്നെ സഞ്ചരിക്കും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ മനുഷ്യ എന്നാ ഒതിച്ചു പറയുന്നേ? ഒന്നുമില്ല കുട്ടു. എന്താടാ, നിന്റെ നാവിറങ്ങിപ്പോയോ? മതികലയുടെ കയ്യില് ഇപ്പോഴും ഉണ്ടടാ ബോംബുകള്. എനിക്കൊരു ചുക്കും നഷ്ടപ്പെടാനില്ല. ഇവിടുത്തെ ജീവിതം ഞാൻ വലിയ സ്വർഗമായിട്ട് കണ്ടിട്ടുമില്ല. എല്ലാം കൂടെ നിരത്തി ഞാൻ ഒരറ്റത്ത് നിന്ന് പൊട്ടിക്കും എന്നോട് കളിച്ച. അങ്ങനെ വന്ന
നിന്റെ ജീവൻ എടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ, മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ പാവത്തെയും കൂട്ടി ഒന്ന് ജീവിച്ചു തുടങ്ങുക. ദയവ് ചെയ്ത് നീ ഞങ്ങൾക്കിടയിലേക്ക് വരരുത്. ഞങ്ങളൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. അതുകൊണ്ട് മതിയല്ലേ, ഞാൻ നിന്നോട് വളരെ ശാന്തമായിട്ടും അവസാനമായിട്ടും പറയുക, ഇത് നമ്മൾ തമ്മിൽ മര്യാദയോടുള്ള അവസാനത്തെ സംസാരമാണ്. ആവശ്യമില്ലാത്ത വിഷം കുട്ടിമണിയിൽ കുത്തിവെക്കാൻ നീ വരരുത്. ഇത് ഒടുക്കത്തെ വാണിങ്ങാടി, ഒടുക്കത്തെ വാണി. പോവാ. മതി. പതപ്പിന് പിച്ചാത്തി കയറുമ്പോ നിന്റെ ചുണ്ടത്ത് ഇതേ ചിരി ഇതേ അളവിൽ കാണണം, കേട്ടോ? പൗട്ടു. എന്നക്കാ സൗഖ്യമാ? എന്റെ സുഖവിവരം അന്വേഷിക്കാൻ നീ ആരാടി? അക്ക ഇങ്ങനെ എന്റെ പിന്നാലെ ഭൂതക്കണ്ണാടിയുമായിട്ട് നടക്കുവല്ലേ, അപ്പൊ പിന്നെ ഞാൻ അക്കാവോട് കാര്യങ്ങൾ തിരക്കണ്ടേ? നീ തിരക്കണ്ട. എങ്കി പിന്നെ നീയും എന്റെ കാര്യങ്ങൾ തിരക്കരുത്, കേട്ടോടി ഒക്കച്ചി. എടീ, എന്തുമാത്രം ഇടുങ്ങിയതാടി നിന്റെ മനസ്സ്. നിന്റെ നോട്ടത്തിൽ ആമ്പിളയ്ക്കും പൊമ്പളയ്ക്കും ഇടയില് ഒരേ ഒരു റിലേഷൻ മാത്രം അല്ലേടി പുറമ്പോക്കെ. அக்கா நான் வந்து கராட்டே பிளாக் பெல்ட். பரதநாட்டியம் மோகினியாட்டம் மட்டும் இல்ல எனக்கு தெரியுது, சிவனோட தாண்டவம், சம்ஹார தாண்டவம் അതും എനിക്ക് நல்லா தெரியும். എന്താ നീ കുട്ടിമണിയോട് പറഞ്ഞത്? എനിക്കും മനസ്സുജനും ഇടയിൽ വേറെ എന്തോ ബന്ധമുണ്ടെന്നല്ലേ? നാളെ കുട്ടിമണിയെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നാട് വിടുവെന്നല്ലേ? அப்பா அண்ணா தெரியாம, தாய் தங்கச்சி தெரியாம, இந்த லோகத்துல ഒരുപാട് நல்ல பந்தங்கள் உண்டக்கா. மனுஷന്റെ മനസ്സിல ஒவ்வொரு ரிலேஷனுக்கும் ஒவ்வொரு கலர் இருக்கு. ஆனா உனக்கு எல்லாமே ஒண்ணுதான். നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ടടി. നിനക്കും അവനും ഇടയില് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അവൻ വിളിച്ചിട്ടാണ് നീ ഇവിടേക്ക് വന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. തോന്നിവാസം പറഞ്ഞ കൈ ചുരുട്ടി ഒരു ഇടി അങ്ങിടിക്കും. അക്കാവോട് മൂക്കിന്റെ പാമ്പം പാലോ ഒടിഞ്ഞ് താഴെ അങ്ങ് കിടക്കും. കാണണോ? എടീ, മഞ്ഞുമല പോലെയാണ് മൈലമ്മ. നിങ്ങൾ കാണുന്നത് ഐസ്ബർഗിന്റെ ചെറിയ ഒരു പോർഷൻ. ബാക്കി കറുത്ത് കരിവാളിച്ച് കടലിനടിയില്ല. അതുകൊണ്ട് മയിലമ്മയോട് കളിക്കരുത്. ഓ, നീ ആ പാണ്ടി പൊന്നമ്പലത്തെ വെച്ച് എന്നെ വരട്ടാൻ നോക്കുവാണോടി? പൊന്നമ്പലമാ? അവ എന്നോട് ടീം ലീഡർ മാഡംന്ന് കൂപ്പിട്ട് മാറി നിൽക്കുന്നവൻ. പഴനിമല മയിലമ്മയെ കുറിച്ച് മാണിക്കമംഗലത്തെ മതി കലക്കി എന്നാ തെരിയും? ഒന്നുമേ തെരിയാത്. അതുകൊണ്ട് തരമറിഞ്ഞ് തട്ടകമറിഞ്ഞു തായം കളിക്കാൻ വരണം. എന്റെ ഇവിടേക്കുള്ള വരവിന് ഒരു ലക്ഷ്യം ഉണ്ടെന്ന് വെച്ചോ. മതികലാക്കാവ്ക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിക്കൂടി. നിന്റെ പുറകെ ഞാൻ ഉണ്ടാവും. നിന്റെ പുറകെ ഞാനും ഉണ്ടാവുമടി. വയലോരം വീട്ടിലേക്ക് നീ എന്തിനു വന്നൂന്ന് ഞാനും കണ്ടുപിടിക്കും. സീതാക്കാവ്ക്ക് എന്താ സംഭവിച്ചതെന്നും സീതക്ക ഇടയ്ക്ക് കുറെ നാൾ എവിടെയായിരുന്നെന്നും എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് അക്കാ ചെല്ലോ എന്റെ മുന്നിൽ നിന്ന് വേർക്കും. നീ എന്താ എന്നെ ഭയപ്പെടുത്താൻ നോക്കുവാണോ? ആരെയും ഭയക്കാത്തവളാടി ഈ മതികല. ചുമ്മാ ചില സമയത്ത് ഭയം പോലും എന്നെ ഭയക്കും. അതുതാ പഴനിമല മയിലമ്മ. നാളെ രാവിലെ നിനക്ക് കാണണം ഈ ഉശിര്. എന്റെ രാജകുമാരന് പിന്നെ കട്ടില് കണ്ടാ മതി. വാവോ ഉറങ്ങിക്കോ.
ഇപ്പൊ ഉണരാം. കമ്പക്കെട്ടിന് തീ പിടിച്ചത് കണ്ട്. നാളെ ഓടാൻ വേണ്ടിയുള്ള കാറ്. ഇത് നാളെ ഓടുന്നത് എനിക്കൊന്ന് കാണണം. മതികരെ വെല്ലുവിളിച്ച ഒരു കാറോട്ടവും തേരോട്ടവും. ആണ്ടവാ മുരുക, പറ്റിയ രാവിലെ കാറും കൊണ്ട് കോവിലൊക്കെ പോണു. എന്റെ അമ്മാവക്ക് പിന്നെ കട്ടില് കണ്ടാ മതി, അപ്പൊ തൂക്കം വരും. എല്ലാം അറിഞ്ഞിട്ടും നാത്തൂൻ കിടന്ന് ഉറക്കുവാണ്. എണീക്ക് നാത്തൂനെ, ഇല്ലെങ്കിൽ ആ പെൺകൊച്ചിന്റെ ജീവിതമാർഗം അവളില്ലാതാക്കും. എണീക്ക് നാത്തൂനെ, എണീക്ക് ശാരദ, എണീക്ക് നാത്തൂനെ, നാത്തൂനെ. മോളെ, പെണ്ണേ, നിങ്ങളെന്താ ഈ രാത്രിയില് ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? മോളെ എവിടെ പോവുക ഈ രാത്രിയില്? ചോദിച്ചിന് മറുപടി പറ മോളെ, നീ എവിടെ പോവുക? കുടുംബത്തിന് നാശം ഉണ്ടാക്കാൻ ഉറക്കമില്ലാതെ നടക്കുക നീയല്ലേ? അല്ലേ മോളെ? അമ്മ മരിച്ചിട്ടും അടങ്ങിയിട്ടില്ല നിന്റെ കലിയല്ലേ? അതവിടെ വെക്കേ, ഒഴിക്കേ, ഒഴിക്കടി, നീ കത്തിക്കേ. ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നതിന്റെ സുഖം മോക്കിപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിനക്ക്? അമ്മ വിട്, ദേഹിരങ്ങമ്മ, ഇവളെ വെറുതെ വിടരുത്. മോക്ക് എന്തറിയ ഇവളെ കുറിച്ച്, ഈ വീട്ടിലുള്ളവരെ കുറിച്ച്? അമ്മ, എന്നെ ഇല്ലാതാക്കിയതുപോലെ ഇവിടുത്തെ എല്ലാവരും ഇല്ലാതാവണം. അതാ ശത്രുക്കളുടെ ആഗ്രഹം. കണ്ടു മോളെ, നിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കവളുടെ കയ്യിൽ എന്താണെന്ന്. അക്ക, എന്നക്കാ ഇത്? എന്നെ ഇത് പെട്രോളാ? അല്ലടി അമൃത്, നിനക്ക് കുടിക്കാൻ. அப்படியா? അയ്യോ നായ, വിളയാടുറിയാ? അയ്യോ വീട് മയിലമ്മേ, എന്താ പൊന്നെ, എന്താ കാര്യം? ഈ ബാധയും മോളും കൂടെ എന്നെ കൊല്ലാൻ നോക്കുന്നു. തിരിച്ചടിക്കും മനുഷ്യ. എന്താ അപ്പച്ചമ്മേ, എന്താ കാര്യം? നിങ്ങളെല്ലാം പറ. മോനെ രവി, രവി മോനെ, അമ്മയാടാ. അയ്യോ അയ്യോ അമ്മേ, ഞാൻ പാവാമ്മേ. അമ്മ പ്രേതമായെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യ എന്താടാ നീ നിലയ്ക്ക് നിർത്താത്തത്? എടാ, നാരി ഭരിക്കുന്നിടം നരകമെന്നാ. എന്റെ ജീവിതം സ്വർഗ്ഗം. അമ്മ, പോകുന്നതിന് മുമ്പ് നിനക്കിത് തരേണ്ടതായിരുന്നു. ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക്. നീ നീ അമ്മ, അമ്മ, നാടകം കണ്ടിരിക്കാതെ വാ അങ്ങോട്ട്. അല്ല അമ്മയുടെ ശബ്ദം. ഓ, അമ്മയുടെ തല. ഇവര് വീണ്ടും ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ വാ, നമുക്ക് മുറി കയറി വാതിലടയ്ക്കാം. എടേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വാ മനുഷ്യ അങ്ങോട്ട്. അമ്മ, അമ്മ. വിട്, മതി മതിയാ. കന്നാസിനകത്ത് എന്താ മതി? അത് നിങ്ങളുടെ അമ്മ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അമൃത്. വേണമെങ്കിൽ പോയെടുത്ത് കുടിച്ചോ. ഇങ്ങോട്ട് വാ മനുഷ്യ.
അമ്മ അമ്മ എഴുന്നേരമ്മ, അമ്മ എഴുന്നേര്, അമ്മ അമ്മ. പെണ്ണെ, ഞാനിതെവിടാ? ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? അതൊക്കെ പറയാം. അമ്മ വാ 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 അമ്മ. കുട്ടിമണി ചെയ്യട്ടെ. അവള് കൈ പൊള്ളിക്കും കൊച്ചേ. എന്റെ കൈയൊന്നും പൊള്ളത്തില്ല, എനിക്കറിയാം. ഇത് ഇങ്ങനെ വട്ടം ചുറ്റിച്ചാല്. പെണ്ണെ, തീയെടുത്ത് വട്ടം ചുറ്റിക്കുന്നതൊക്കെ കൊള്ളാം, ദേഹത്തങ്ങ് വീഴല്ലേ. കുട്ടിമണി ചെയ്യണ്ട. ഇതെങ്ങനെ കയ്യിന്ന് താഴെ പോയാലോ? എനിക്ക് ചെയ്യണം വല്യേച്ചി. ഒരു കാര്യം ചെയ്യാം, വല്യേച്ചും കൂടെ കൂടാം. അങ്ങനെ ചെയ്താലും മതി. അപ്പോ കുട്ടിമണിക്ക് സന്തോഷം ആവുമല്ലോ. എന്നെ വല്യേച്ചിയും കുടിച്ചോ. ദാ, സൂക്ഷിച്ചു. പൊള്ളല്ലേ? വാ. പോവാനേ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഗുണപ്പെടത്തില്ല, ഉറപ്പാ. ഒരു നല്ല കാര്യം നടക്കുമെന്ന് പ്രാകുന്നോടി മൂശാട്ടെ. ഓ, എന്റെ അപ്പച്ചമ്മയൊന്നും മിണ്ടാതിരിക്കുക. പ്രാർത്ഥിക്കുന്ന നേരത്തെ അപ്പച്ചമ്മയും കൂടി ഇങ്ങനെ ബഹളം വെക്കാതെ. അല്ല വേണേ, ഞാൻ ബഹളം വെച്ചതാണോ കാര്യം? അവളവിടെ ഒന്ന് പറഞ്ഞത് കേട്ടില്ലയോ? அம்மா யார் என்ன சொன்னாலும் என்ன செஞ்சாலும் எது வேணும்னு நினைக்கிறது ஆண்டவன் தான். അമ്മ അതെ പറ്റി കവലപ്പെടവേ വേണ്ട. പിന്നല്ലാടെ ഈ കാടെ ഭയങ്കര ഓട്ടടിച്ചു. നേലത്ത് നിക്കാടെ അങ്ങനെ ഓടിച്ചോണ്ടേയിരിച്ചു. ഇഷ്ടം പോലെ ഒരുപാട് പൈസ ഉണ്ടാക്കും. പൈസയെങ്കിലേ എന്നെ ലഡുവിന്റെ കാര്യം മറക്കില്ല. മറക്കില്ല കുട്ടുമണി, ഉറപ്പായിട്ടും മറക്കില്ല. ഭഗവാനേ, എന്റെ മൈലമ്മയും മൈലമ്മയുടെ മൂട്ടോറിക്ഷക്കാരനെയും ദുട്ടമാരിന്ന് രക്ഷിച്ചോനേ. അയ്യപ്പോ ശനയ്യപ്പ. ആണ്ടവാ. അയ്യോ വീഴും. പതുക്കെ കുട്ടിമണി ഓടാതെ. അച്ഛോ, എല്ലാം നീ തന്നെ അങ്ങ് എടുത്തോ, വേറെ ആരും അങ്ങോട്ട് വരത്തില്ല. ഈ കുട്ടിമണിയുടെ ഒരു കാര്യം. അല്ല കൊച്ചേ, നിന്റെ പെരിയപ്പ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയാ എല്ലാം ശരിയായി വരാൻ. അല്ല, ആദ്യത്തെ ഓട്ടം എങ്ങനെയാ? വണ്ടിയുമായി നേരെ റോഡിലോട്ട് ഇറങ്ങുന്നു. ആദ്യം ആര് കൈ കാണിക്കുന്നു അവരെ കയറ്റുന്നു. നല്ല ഐശ്വര്യമുള്ളവരെ കയറ്റിക്കൊണ്ട് പോണം ആദ്യത്തെ ഓട്ടോ. അതിപ്പോ പിന്നെ വണ്ടി റോഡിലോട്ട് ഇറക്കിയിട്ട് നിങ്ങൾ ഐശ്വര്യമുള്ള ആണോ ഐശ്വര്യം ഇല്ലാത്ത ആളാണോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എന്നാലും ചിലരുടെ മുഖം കാണുമ്പോ നമുക്കറിയത്തില്ലയോ? ഉദാഹരണത്തിന് എന്റെ മുഖം നോക്കിയ നല്ല ഐശ്വര്യമില്ലയോ? അതുപോലെയാണോ ആ വരാന്തി നിൽക്കുന്ന ജന്തുവിന്റെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാറും കീറും ഒക്കെ റോഡിൽ ഇറക്കുന്നതിന്റെ അഹങ്കാരത്തില് എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ. എടീ, ഇന്നലെ രാത്രി നിനക്ക് കിട്ടിയതൊന്നും പോരെ. ഞാൻ ഒന്നുകൂടെ ശാരദയെ വിളിക്കണോ? എന്റെ ശാരദേ, നീ വാ. നീ പൊക്കോടാ, ഞാൻ വന്നോളാം. ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾ ആര് വിളിച്ചില്ലെങ്കിലും ഞാനിങ്ങ് വന്നു. കൺഗ്രാറ്റുലേഷൻസ് മോളെ. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണം പെൺപിള്ളാര്. അല്ലാതെ അപ്പനപ്പന്മാരുണ്ടാക്കിയ പൈസ എടുത്ത് എങ്ങനെ ദൂർത്തടിച്ച് കളയണമെന്ന് ചിന്തിക്കരുത്. ഞാൻ ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിലേ അതെനിക്ക് അവകാശപ്പെട്ടതാ. അതിപ്പോ കൂടുതൽ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് വിസ്തരിക്കണ്ട. ഞാൻ നിന്നോട് വഴക്കിന് വന്നൊന്നുമല്ല. ഞാനേ ഒരു നല്ല കാര്യത്തെ പങ്കാളിയാവാൻ വന്നതാ. എന്തായാലും നീ മുറ്റത്തോട്ട് വന്ന് നിന്നല്ലോ, അത് കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അയ്യോ,
അത് പങ്കുകൊള്ളാൻ വന്നതല്ല, പ്രാകാൻ വന്നതാ. പ്രാക്കും കഴിഞ്ഞു. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ അമ്മയും അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊക്കെ ശകനം മുടക്കികളാ. താരം കിട്ടുമ്പോഴൊക്കെ അമ്മ പറഞ്ഞു. ചുമ്മാതല്ല, ഇവർക്കൊന്നും അമ്മ ഇപ്പൊ ഒരു ബഹുമാനം ഇല്ലാത്തത്. മോളെ ആ കൈയൊന്നിട്ടിക്കേ. എതുക്ക് സാർ? കൈ നീട്ട്. ആദ്യ തോട്ടത്തിന്റെ കാശ് ഞാൻ തന്നിരിക്കുന്നു. ഇനി എന്നെ ഓഫീസിന്റെ മുന്നേ കൊണ്ടുപോയി വിട്. അതാ ഞാൻ കാറ് പറഞ്ഞു വിട്ടത്. അതുമല്ല അമ്മമ്മ പൈസ പൈസ. എന്തായാലും നല്ല ഐശ്വര്യമുള്ള ഓട്ടം തന്നെ. അത് ശരി, നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. 4-5 വണ്ടി വീട്ടിൽ കിടന്നിട്ട് ഇവളുടെ ഈ മൂട്ട വണ്ടിയിൽ പോവാനായിട്ട്. എടി, ഞാൻ എന്റെ ഓഫീസിൽ എനിക്ക് സൗകര്യമുള്ളപ്പോ പോകും. നീ നിന്റെ കാര്യം നോക്ക്. അപ്പോ നമുക്ക് പോവാൻ ഡ്രൈവർ? യെസ് സർ. മുരുകാ, ആണ്ടവാ. അയ്യോ മോളെ, ഓടില്ലേ കുട്ടിമണി, പതുക്കെ പോ, വീഴും. കുട്ടിമണിയുടെ ഒരു കാര്യം. മോളെ അവിടെ നിൽക്ക്. പരുത്തിക്കാവിലമ്മേ കാത്തോളണേ. ആ അമ്മേ, മോളെ, അമ്മ അങ്ങ് പുരോഗമിച്ചു പോയല്ലോ. നകുലേട്ടൻ്റെ കൂടെ ബൈക്കിലൊക്കെ കേറി. ഓ എന്റെ പൊന്നു മോളെ, പ്രാണൻ വാരി പിടിച്ചാ ഞാൻ ഇതേൽ ഇരുന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഈ കുന്തത്തെ കേറുന്നെ. അതും ഇവൻ നിർബന്ധിച്ചുകൊണ്ട്. അമ്മായി ഇങ്ങോട്ടൊന്ന് കേറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞേ ഇതേ പിടിച്ച് വലിച്ചു കയറ്റിയതാ. എന്തൊരു സ്പീഡിലായി ചെറുക്കം വണ്ടി ഓടിക്കുന്നെ. ഇത് നിനക്ക് വണ്ടിയിൽ വെച്ച് തരണമെന്ന് ഞാൻ ഓർത്തതാ. ബെസ്റ്റ്. വണ്ടിയിൽ വെച്ചായിരുന്നെങ്കിലേ രണ്ടും കൂടെ ഇപ്പൊ ആശുപത്രി കിടന്നേനെ. അയ്യോ എടി, എന്റെ ദേഹം മുഴുവൻ അള്ളിപ്പറിച്ചു വെച്ചിരിക്കുക. ഓരോ ബ്രേക്കിനും അമ്മായി എന്നെ കയറി അള്ളിപ്പിടിക്കും. ഇങ്ങനെയുണ്ട് മനുഷ്യർക്ക് പേടി. ചത്താലങ്ങ് ചാവട്ടെന്ന് വെക്കണം. പിന്നെ ചത്താലങ്ങ് ചാവട്ടേന്ന് വെക്കാൻ. ഞാനേ എന്റെ പെങ്കൊച്ചു പ്രസവിച്ച് ആ തങ്കക്കുടത്തിനെ ഒന്ന് കണ്ടിട്ടേ ചാകത്തുള്ളൂ കേട്ടോ. തുടങ്ങി. അമ്മ എന്നാണ് ചാവുന്നേന്ന് കൈവെള്ളെ കുറിച്ചോണ്ട് നടക്കുകയാണെന്ന് തോന്നുമല്ലോ പറയുന്ന കേട്ടാ. നമ്മളെ എന്താ അമ്മ ഇത്? ഓ എന്തുവാടി, നിന്നെ കാണാൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരണ്ടേ. ഇന്നലെ വീട്ടിൽ കുറച്ച് ഇലയട ഉണ്ടാക്കി, കുമ്പിളപ്പം ഉണ്ടാക്കി, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് ഓറഞ്ച് മുന്തിരിയും കൂടെ വാങ്ങി. വീട്ടിലുണ്ടാക്കി കുമ്പിളപ്പോ ഇലയുടെയൊക്കെ വേണം. ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് എന്തിനാ അമ്മേ കാശ് കളയുന്നേ? അതും ഒന്നാമത് ഈ പൈസ ഇല്ലാത്തപ്പോ. ആ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. എന്റെ ഒരു ചെറിയ ചിട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ കുടുംബശ്രീയില്. ആ അത് ശരിയായി. അധികം പൈസയൊന്നുമില്ല, ഒരു 10-20,000 രൂപയേ ഉള്ളൂ. എന്നാലും ഒരു ബലത്തിനത് കയ്യിൽ വെക്കാലോ. ഡേറ്റ് ഒക്കെ അടുത്ത് വരുമല്ലേ. ഞാൻ ആ പൈസ അങ്ങ് തരാം. ആ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് മുറ്റത്ത് തന്നെ നിന്നിട്ട് തിരിച്ചു പോകാൻ പോവാണോ? അകത്തോട്ട് കേറ്. ദേ, ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞ് നാട് നീളെ നടന്ന് കട ഒന്നും വരുത്തി വെച്ചേക്കല്ലേ. കാരണം ഇതൊക്കെ പിന്നെ എങ്ങനെ വീട്ടും? എന്താ വരുമാന മാർഗം? വനജാമയ്ക്ക് പെൻഷൻ വല്ലതും കിട്ടുന്നുണ്ടോ? എടി, പെൻഷൻ കിട്ടിയാലും എന്തു കുന്തം കിട്ടിയാലും നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരുന്നാലേ എനിക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റൂ. എടി, ഈ അമ്മായിക്ക് തലകാച്ചിലടി. തലയ്ക്ക് നെല്ലിക്ക തളം വെക്കണം. പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. രാത്രി കള്ളമണല് വരാൻ പോയിട്ടാണോ? ഏയ്, അതൊക്കെ കുറച്ചടി. ഇപ്പൊ അല്ലാതെ തന്നെ ഓട്ടോ ഉണ്ട്. എന്താണേലും ഞാൻ അറിയുവേ. അല്ല, നിന്റെ കെട്ടിയനുണ്ടോ ഇവിടെ? എന്നെ കണ്ടാ ചിലപ്പോ പിടിച്ചൊന്നും വരത്തില്ല. വെറുതെ ആ മുഖം വീർപ്പിക്കുന്ന കാണണ്ടല്ലോ. ഇല്ല, ബാലേട്ടൻ കടയില. നിങ്ങൾ വാ വാ. എന്താ ഇത്?
എടി അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു. എടി വയറ്റിലൊരു കുഞ്ഞുവാവ ഉണ്ടെന്നുള്ളത് മറന്നോ? അയ്യോ കുഞ്ഞുമണി പറഞ്ഞിട്ടല്ല ഞാൻ ചാടിയത്. ഓ പിന്നെ കുഞ്ഞുമണി പറഞ്ഞു. നിനക്ക് എന്ത് പറഞ്ഞാലും കുഞ്ഞുമണിയെ പറഞ്ഞാ മതിയല്ലോ. ദേ അവസാനം കുഞ്ഞുമണിക്ക് എന്തെങ്കിലും പറ്റും, അപ്പൊ നീ പഠിക്കും. വേണ്ട, മനുഷ്യനോട് കൂട്ടില്ല. കുഞ്ഞുമണിച്ച് ദോഷം വരാൻ ഞാൻ നിജമെന്ന് മനുഷ്യൻ പറഞ്ഞില്ലേ? മനുഷ്യനോട് മിണ്ടത്തില്ല. ഇനി 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 ഒരു കൂട്ടുമില്ല. പച്ചപ്പോലെ താമരപ്പോലെ നിന്നോടുള്ള കൂട്ടി ഞാൻ വെട്ടി കട്ടീശോ. എന്റെ കുട്ടു, ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയല്ലേ. നമ്മുടെ കുഞ്ഞുമണി നല്ല മിടുക്കിയായിട്ട്, നല്ല ബുദ്ധിയുള്ള, നല്ല ആരോഗ്യമുള്ള കുട്ടിയായിട്ട് ജനിക്കണ്ടേ? അപ്പൊ അതിനായി കുട്ടിമണി കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓടയും ചാടയൊക്കെ ചെയ്താലേ കുഞ്ഞുമണി വയറ്റിനകത്ത് കിടന്ന് കുലുങ്ങും. കുലുങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുമണിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. കുഞ്ഞുമണിയുടെ ഉറക്കമൊക്കെ പോവും. അപ്പൊ കുഞ്ഞുമണിയുടെ ആരോഗ്യവും പോവും. അതുകൊണ്ടല്ലേ മനസ്സ് ഞാൻ പറയുന്നത് സൂക്ഷിക്കണമെന്ന്. ഞാൻ സൂക്ഷിക്കുന്നൊക്കെ ഉണ്ട്. മനുഷ്യൻ എന്നെ പഠിപ്പിച്ചാണെന്ന് വരണ്ടേ, എനിക്കറിയാം. പിന്നെ നീ നേരത്തെ 4 പ്രസവിച്ചതല്ലേ? ഇത്രയോട് പറയരുത്. ഞാൻ മനുഷ്യനോട് പല ആവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞുമണിയെ തന്നെട്ടാൻ അങ്ങ് നോക്കിച്ചോലാവേ. ഇങ്ങനൊന്നും എന്നോട് പറയാതിരുന്നാ മതി. ഇനി പറഞ്ഞാൽ തന്നെ എന്നോട് ബഹുമാനത്തോടെ അങ്ങ് പറയണം. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നോടും അങ്ങനെ ബഹുമാനത്തോടെ പറഞ്ഞോണം. അത് ശരി രാജകുമാരി. അവിടുന്ന് പതുക്കെ നടക്കുകയും പതുക്കെ ഓടുകയൊക്കെ വേണം. അവിടുത്തെ ബഹുമാനപ്പെട്ട വയറ്റിൽ ഒരു ബഹുമാനപ്പെട്ട കുഞ്ഞുമണി കിടക്കുന്നുണ്ട്. പോരെ? ഇത്രയും ബഹുമാനം പോരടി. അതെ, നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പിണങ്ങാതെ. ഞാൻ കൂനാ കുട്ടപ്പ കളിച്ചാൻ വന്നടാ. അപ്പൊ മനുഷ്യൻ സമ്മതിച്ചില്ലല്ലോ. അയ്യോടാ കൂനാൻ കുട്ടപ്പ കളി. അതെ, എന്റെ തോളിക്കത് ഞാൻ കിടക്കാനല്ലേ. മനുഷ്യൻ എന്നാ വേറെ പണി? മനുഷ്യൻ പറഞ്ഞില്ലേ മനുഷ്യന് പോയ ചൊകര മൊത്തം തിരിച്ചു വന്നെന്ന്, ഭയങ്കര ആരോഗ്യം വന്നെന്ന്. അപ്പം മനുഷ്യൻ എന്നെ ഒന്ന് തോളത്തോട്ട് എടുക്ക, ഞാൻ നോക്കട്ടെ ശക്തി വന്നോന്ന്. എന്റെ കുട്ടു, അതാണ് മനസ്സിൽ നേരത്തെ പറഞ്ഞത്. കുട്ടിമണി മനസ്സിന്റെ തോളി കയറിയാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമണിക്ക് ശ്വാസം മുട്ടുമെന്ന്. അതുകൊണ്ടാ മനസ്സിൽ വേണ്ടെന്ന് പറയുന്നത്. ആണോ? എന്നെ പിന്നെ ഞാനൊരു പാട്ടങ്ങ് പാടാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓക്കെ ആയിക്കോട്ടെ. കുട്ടപ്പ ചക്കര കുത്തനെ വേണോ? എവിടെ കിടന്നടാ? തോട്ടി കിടന്നടാ? എവിടെ കിടന്നടാ? എവിടെ കിടന്നടാ? തോട്ടി കിടന്നതാ. കുട്ടപ്പ ചക്കര വേണോ? എവിടെ കിടന്നടാ? തോട്ടി കിടന്നതാ. ഞാൻ കണ്ടില്ലെന്ന് ഓർത്തേ. കുട്ടിമണി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കുഞ്ഞുമണിക്കും സുഖാണോ? കുഞ്ഞുമണിച്ചൊക്കെ സുഖാണേ. എന്നാലേ കുട്ടിമണി പോയി പിച്ചളക്കി കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് പോയി. എന്താ എന്താ ഭായി മുഖമല്ലാതിരിക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞ ഭായി മനസമാധാനത്തോടെ കേൾക്കണം. എടുത്തു ചാടരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഭായി കാര്യം പറയ്. ഞാൻ അവൻ എവിടെയാന്ന് കണ്ടുപിടിച്ചു. ആര്? ശിവ. അവൻ എവിടെയാന്ന് ഞാൻ കണ്ടുപിടിച്ചു. എവിടെയാ പറ. ഇപ്പൊ പോവാൻ ഭായി, മാറ്റിവെക്കുന്നില്ല. സമയം നീട്ടിവെക്കുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം, അതാ സേഫ്. ഭായി എങ്ങനെ അറിഞ്ഞു അവനിവിടെ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞില്ലേ ഭായ്, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വിവരം. നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കണ കടയില്ലേ, അവിടുത്തെ ചേട്ടനാ പറഞ്ഞത്. നമ്മുടെ കൂട്ടുകക്ഷിയിൽ ഒരാൾ ഇവിടുന്ന് പാർസൽ വാങ്ങുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ എനിക്ക് ബോധ്യായി അത് ശിവയാണെന്ന്. അവനെ കാണാൻ എനിക്ക് തിടുക്കമായി ഭായി. ഭായ് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്നാ എന്റെ അഭിപ്രായം.
നമുക്ക് ആ പന്നിയുടെ കയ്യും കാലും കൂട്ടിക്കെട്ടി പോലീസിന്റെ മുന്നിൽ ഇട്ടു കൊടുക്കാം. അവനെ പോലീസിന് കൊടുക്കാനോ? നല്ല കാര്യമായി. അവന്റെ കാര്യത്തിൽ പോലീസും കോടതിയും വക്കീലും ജഡ്ജിയും പിന്നെ ആരാച്ചാരും ഒക്കെ ഈ ഞാൻ തന്നെയാ ഭായി. അതാ ഭായി അവന്റെ ഹൈഡ് ഔട്ട്. എന്റെ ആന്റണി, മനുഷ്യന്റെ പ്രാണം പോയല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറണം. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. രാത്രിയിലൊക്കെ വെട്ടം കണ്ട നാട്ടുകാർക്ക് സംശയം തോന്നും. മച്ചവൻ, എനിക്ക് പേടിയൊന്നുമില്ലടാ. ഒരു തവണ ഉയിര് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാ തവണയും കിട്ടണമെന്നില്ലല്ലോ. എന്തായാലും അവൻ ചത്തോളുമോ. നിന്നെ കൊല്ലാതെ എനിക്ക് ചാവാൻ പറ്റുവാടാ ശിവ. നെഞ്ചിനകത്ത് ചേർത്ത് പിടിച്ച സുഹൃത്തിനെ വെള്ളിക്കാശിന് വിറ്റവനല്ലേ നീ. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. അടുക്കരുത്, രണ്ടിനെ കൊല്ലും ഞാൻ. മാറിയില്ലേ രണ്ടിനെ കുത്തിയിടും ഞാൻ. പോലീസ് അവനെ പിടിച്ച് നോക്ക്. പിടിക്കാനെ കുടുങ്ങിയെന്ന് തന്നെ ഞാൻ കരുതിയത്. മനസ്സുജൻ എന്റെ തല കൊണ്ടുപോയെന്ന്. മനസ്സുജന്റെ കൂടെ അവനും ഉണ്ടായിരുന്നു, ആ പെരിങ്കളൻ പിച്ചള. നിന്റെ തല ആര് വേണമെങ്കിലും കൊണ്ടുപോക്കോട്ടെ, നിന്റെ നാവാരും കൊണ്ടുപോവായിരുന്ന മതി. കാരണം നിന്റെ നാവില് കുത്തി വരച്ചിട്ടിരിക്കുന്നത് ഒന്നും രണ്ടും രഹസ്യങ്ങളല്ലല്ലോ.
മാർക്ക് ചെയ്ത് മുറിച്ചു കളയേണ്ടത് മനസ്സിന്റെ വലങ്കയ്യാ പിച്ചളെ. അവനാണ് മനസ്സിന്റെ ശക്തിയും ബലവും വഴികാട്ടിയും. പോലീസ് നമുക്കെതിരാ. മുകളിൽ നിന്ന് പറഞ്ഞ് കേസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ശാരദാമ്മയെ കൊന്നത് നീയാണെന്ന് സ്ഥാപിക്കാൻ മനസ്സിജന് കഴിയില്ലായിരിക്കാം. പക്ഷേ മനസ്സിജനെ കുത്തിയത് നീയാണെന്ന് തന്നെ അവന് പറയാമല്ലോ. ശിവ, ഞാൻ പറയുന്നത് പോലെ നീ എന്റെ കൂടെ നിന്നാ ഈ കേസ് നമുക്ക് മനസ്സിജനെതിരെ തിരിക്കാം. അതെങ്ങനെയാണ് മാഡം? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, അനുസരിക്കുകയും വേണം. ഞാൻ അനുസരിക്കാം. പക്ഷേ ഓ, നിന്റെ തല പോകരുതെന്നും നിനക്ക് കാശ് വേണമെന്നല്ലേ? നിന്റെ തല പോകത്തുമില്ല, നിനക്ക് കാശ് തരികയും ചെയ്യും. എന്നാ പിന്നെ മാഡം പറയും. ശാരദാമ്മ കൊല്ലപ്പെട്ട അന്ന് രാത്രി നീ വയലൂരം വീട്ടിലെത്തിയത് മനസ്സിജന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നീ പോലീസിനോട് പറയണം. അതെന്തിനാ? കുട്ടിമണി എന്ന ബുദ്ധിയില്ലാത്ത ഭാര്യയെ മനസ്സിജന് മടുത്തു. ഗർഭിണിയായ അവൾ മനസ്സിജൻ ഒരു ബാധ്യതയായി. കുട്ടിമണിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂന്ന് മനസ്സിജൻ തീരുമാനിക്കുന്നു. മനസ്സിജൻ വീട്ടിൽ നിന്ന് മാറി നിന്ന അന്നത്തെ രാത്രി കുട്ടിമണിയെ കൊല്ലാനുള്ള ദൗത്യം അവൻ ഉറ്റ സുഹൃത്തായ നിന്നെ ഏൽപ്പിക്കുന്നു. വീട്ടിനകത്ത് കടന്ന നീ ആളുമാറി ശാരദാമ്മയെ കൊന്നു. ഇപ്പോ മനസ്സിജനായില്ലേടാ നിന്റെ കൂട്ടുപ്രതി. ഈ രഹസ്യം പുറത്തറിയിക്കാതിരിക്കാനായിട്ട് മനസ്സിജൻ നിന്നെ വിളിച്ചു വരുത്തി ആക്രമിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി നീ തിരിച്ചു കുത്തുന്നു. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ കേസ് നമുക്ക് നകുലന്റെ പുറത്ത് വെച്ച് കേട്ടാം. പോയാ നീ ഒറ്റയ്ക്ക് പോകരുത് ശിവ, മനസ്സിജനെയും കൊണ്ടുപൊയ്ക്കോണം. അല്ല അമ്മമ്മയില്ലേ, നമ്മളെ ഈ കാലുകുറ്റപ്പനെ എന്നും ഇങ്ങനെ കുളിപ്പിച്ചങ്ങ് ശുദ്ധനാക്കണോ? പിന്നെ വേണ്ടേ? നമ്മള് മനുഷ്യരെ എന്നും കുളിക്കുന്നില്ലേ, അതുപോലെ കാറിനെയും എന്നും കുളിപ്പിക്കണം. എന്നാലേ പെട്ടെന്ന് തുടച്ചു കേട്ടോ. ഇവന്റെ തലയിലെ വെള്ളം വീണിട്ട് പനി ഒന്നും പിടിച്ചണ്ട. ഉച്ചയ്ക്ക് പമ്മ ഇട്ടാലേ വെള്ളം ഇറങ്ങി പനി പിടിച്ചിട്ടില്ലാണ് അവന്റെ അമ്മ പറയുമായിരുന്നു. എന്നത്? പമ്മയെ പമ്മം, നമ്മുടെ ഈ മുകുരസ്വാമിയുടെ അമ്പത്തിന് കിട്ടത്തില്ലേ പമ്മ, അട്. ഓ ഭസ്മം. എന്റെ കുട്ടിമണി, കാറിന് പനിയൊന്നും വരത്തില്ല. ഇതൊരു യന്ത്രമല്ലേ? ഇതെന്ത്രമൊന്നുമല്ല, മനുഷ്യനാ. കണ്ടില്ലേ, കണ്ണും മൂക്കും വായൊക്കെ ഉണ്ട്. വിശക്കുമ്പം നമ്മള് കുടിച്ചാനായിട്ട് പെട്രോളും കൊടുക്കുന്നുണ്ടല്ലോ. ഓ സമ്മതിച്ചു, മനുഷ്യൻ തന്നെ. അല്ല അമ്മമ്മയില്ലേ, നമ്മൾ ഇങ്ങനെ കാറിനെ കുളിപ്പിച്ചാതെ നേരെ അങ്ങ് അതിലോട്ട് കൊണ്ടിട്ടാ പോരെ. കുഞ്ഞിരാമൻ ചേട്ടൻ ആനെ കുളിപ്പിച്ച പോലെ. എന്റെ കുട്ടിമണി, കാർ അങ്ങനെ ആറ്റിക്കൊണ്ടിടാനൊന്നും പറ്റില്ല, കേടായി പോകും. അല്ല എനിക്ക് തോന്നി കാറ് മുങ്ങി ചത്തുപോന്നെ. അല്ല, അങ്ങനെ സംഭവിച്ചൊരു വഴിയുണ്ടേ. എന്നത്? അതെ, കാറ് കുത്തപ്പനെ അങ്ങോട്ട് മീന്താൻ പഠിപ്പിച്ചാ മതി. മീണ്ടി അങ്ങനെ രക്ഷപ്പെട്ടോളും. ஹலோ ரவி அண்ணா எப்படி இருக்கு? அப்படி இருக்கு. இது தமிழா? அப்பப்பா கடவுளே, யாரெങ്കിലും எப்படி இருக்குன்னு ചോദിച്ചാ நல்லா இருக்குன்னு പറയണം. നന്നായിട്ട് ഇരിക്കണമെന്ന്. മതികളക്ക വീട്ടിലില്ലാത്തോണ്ട് രവി അണ്ണന് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ? അക്ക എവിടെ പോയി? അതെ, പുരികം പച്ചാനെ പുട്ടി പാലരി പോയതാ. നീ പോണേ. മതി ബ്യൂട്ടി പാർലറിൽ പോയതാ, പിന്നെ വീട്ടിലൊന്നു പോവും. രവിയണ്ണ എന്താ പോവാതിരുന്നത്? ഓ, കൊറേ തുണികളൊക്കെ അയൺ ചെയ്യാൻ, അല്ലല്ല, പ്രധാനപ്പെട്ട ചില പ്ലാനുകള് ലാപ്ടോപ്പിൽ ചെയ്യാനുണ്ടായിരുന്നു. രവിയണ്ണനോട് എത്ര വാട്ടി ഞാൻ சொன்னேன் கொஞ்சம் கூட ബോൾഡ് ആകണമെന്ന്. ആവുന്നുണ്ട്. മതിയെ എനിക്ക് പണ്ടത്തെ പോലെ അത്ര പേടിയൊന്നുമില്ല. ഓ അപ്പടിയാ? മതി പറഞ്ഞായിരുന്നു മയിലിന് വേണമെങ്കിൽ മതിയുടെ കമ്പനിയിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി തരാന്ന്. എന്താ എന്റെ കാറിന് വല്ല ബോംബ് വെക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അണ്ണ അക്കാവോട് പറഞ്ഞേര്, എനക്കാക ഒരു ഉദവിയും പണ്ണ വേണ്ട, ഉപദ്രവിക്കാമ ഇരുന്നാ മതി. അണ്ണൻ പറയോ, അണ്ണന് പേടിയല്ലേ? എനിക്കൊരു പേടിയില്ല. മതിയാ, മതി, ഞാനിവിടെ മുറിയില്ല. എല്ലാം അയൺ ചെയ്തു പൊന്നെ. എല്ലാ ടോപ്പ് അയൺ ചെയ്തു. ജീൻസും ലെഗിങ്സും അയൺ ചെയ്യണോ? വേണ്ടല്ലേ? ശരി, ഓക്കെ.
ജീൻസും ലെഗിൻസും ഒന്നും അയൺ ചെയ്യാൻ എന്നെ ഒന്നും കിട്ടത്തില്ല. എന്നോടാ അവളുടെ കളി. അല്ല പിന്നെ കുട്ടിമണി, ഇത് ഒന്നോട് അണ്ണാ തന്നെ. ഇങ്ങ കൂടെ என்ன பாலண்ணா சௌக்கியமா? ഓ, സൗഖ്യത്തിനൊരു കുറവുമില്ല. പിന്നെ വളരെ വളരെ ഞങ്ങളെ കാറ് കുറ്റപ്പനെ കുളിപ്പിച്ചു പീഞ്ഞിട്ട് അയലിട്ട്. കാറ് പിഴിഞ്ഞു വിരിക്കാനോ? അത് കൊള്ളാലോ. കുട്ടുമണി എന്തും ചെയ്യുന്ന ബാലണ്ണന് അറിഞ്ഞൂടെ? ആ, എന്തും ചെയ്യും. അതാ ഞങ്ങളുടെ പേടി. ഇതെന്താ പാക്കറ്റ്? അത് സീതയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സാ. എന്നാ ഫ്രൂട്ടാ? ഓറഞ്ച് ആണോ അതോ മുന്തിരിങ്ങാണോ? ഓറഞ്ചാ. ഓറഞ്ചല്ല മേടിച്ച ഇന്നലെ മനുഷ്യൻ വാങ്ങിച്ചിട്ട് അണ്ണായിരുന്നു. ആ കാറുകുട്ടപ്പ വാ വാ വാ. സീതക്കാക്ക് കുറച്ച് ഫ്രൂട്ട് വാങ്ങിയതിന് ബാലണ്ണൻ എന്തിനാ ഇത്ര ചമ്മുന്നത്?